എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ NFPA-യുടെ അഗ്രോണമിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ NFPA എന്ന് പറയുന്നത് കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നുള്ള കൂടുതൽ കർഷകരാണ് ഇവിടെ പല തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നത്. ഇഞ്ചി ആയാലും വാഴയായാലും മറ്റുള്ള എല്ലാ കൃഷികളും ചെയ്യുന്നത് വയനാട്ടിലെ കർഷകരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ വിവിധ കൃഷികൾക്കായിട്ട് സ്ഥലം എടുത്തുകൊണ്ടിരിക്കുകയാണ് കൃഷി ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കർഷകരെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി NFPA-യുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഈ മണ്ണ് പരിശോധന, അല്ലെങ്കിൽ ഒരാൾ ഏത് കൃഷിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മണ്ണ് പരിശോധിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡോക്ടർ പറയും നിങ്ങളുടെ മൂത്രം പരിശോധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് പരിശോധിക്കണം. എന്തിനാണത്? അതായത് നമ്മൾ ഷുഗർ ഉണ്ടോ, അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഉണ്ടോ, അല്ലെങ്കിൽ ബ്ലഡിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് അറിയാൻ പറ്റില്ല. അതിന് അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഈ ചികിത്സ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. എന്നതുപോലെ തന്നെയാണ് ഈ മണ്ണ് പരിശോധനയും. ഏത് വിളകളിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അതിന് ഈ ഒരു വിളയ്ക്ക് അല്ലെങ്കിൽ ഒരു ചെടിക്ക് അതിന് ഏകദേശം 18ഓളം മൂലകങ്ങൾ ആവശ്യമുണ്ട്. മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന 18ഓളം മൂലകങ്ങൾ. അപ്പോൾ ഓരോ ചെടിക്കും ഇതിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് കൃഷിയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കണക്കാക്കിക്കൊണ്ട് ആ മണ്ണ് പരിശോധിച്ചാൽ അതിന് ഏതെങ്കിലും മൂലകത്തിൻ്റെ കുറവ് ആ മണ്ണിലുണ്ടെങ്കിൽ അത് നമുക്ക് ആ ചെടിയുടെ നടുമ്പൽ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വളരെ പുഷ്ടിപ്പെട്ട് വളരാനും നല്ല രീതിയിലുള്ള കായ്ഫലങ്ങളോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നതിനോ കായ് ഫലങ്ങൾ തരുന്നതിനോ ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മണ്ണിൻ്റെ അസിഡിറ്റി. അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലുള്ള ഹൈഡ്രജൻ അയോൺസ്, ഇപ്പോൾ നമ്മളൊക്കെ ചെടികളാണെങ്കിലും ബാക്കി മൂലങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന അയോൺസ് ആയിട്ടാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ അയോൺസിൻ്റെ അളവ് അനുസരിച്ച് ഈ മണ്ണിനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ വർഗീകരിച്ച് കഴിഞ്ഞാൽ 1 മുതൽ 14 വരെയുള്ള ഒരു റേഞ്ചാണ്. അതിനാണ് ആസിഡിക് ലെവൽ എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആ മണ്ണിലുണ്ടെങ്കിൽ ആ മണ്ണ് അധികം അസിഡിക് ആയിരിക്കും, പുളിപ്പുരസമുള്ളതായിരിക്കും, അമ്ലത ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ 7ന് മുകളിലാണ് വന്നു വെച്ചാൽ അതിൽ ആനയോൺസ്, അതായത് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആയിരിക്കും. 7ന് മുകളിലാണെങ്കിൽ അത് 14 വരെ വരുന്നതിന് വ്യത്യാസമായിരിക്കും, കൂടി വരും. നെഗറ്റീവ് ചാർജുള്ള അയോൺസിൻ്റെ എത്രമാത്രം കൂടുതലാണോ അതിനനുസരിച്ച് ഈ ചെടികൾക്ക് മൂലകങ്ങൾ വലിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ ശേഷി കുറഞ്ഞു വരും. അപ്പോൾ ഇതിൽ ഈ കാറ്റയോൺസ് പോസിറ്റീവുള്ള ചാർജും നെഗറ്റീവ് ചാർജും ഉള്ള ഈ ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ സമമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല മണ്ണ്. ഈ മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യാൻ ഏറ്റവും നല്ല മണ്ണ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള അയോൺസും നെഗറ്റീവുള്ള ചാർജുള്ള അയോൺസും തുല്യ രീതിയിലാണെങ്കിൽ അതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 7ആണ്. 1 മുതൽ 6 വരെ അസിഡിക്കും. അതായത് അപ്പോൾ നമ്മൾ ഈ ന്യൂട്രലായിട്ടുള്ള സോയിൽ കിട്ടുക എന്നുള്ളതാണ് ഏത് കൃഷിയുടെയും വിജയം. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ ഭാഗത്ത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് നമുക്ക് അറിഞ്ഞാൽ ആസിഡ് സോയിൽ അല്ലെങ്കിൽ അമ്ലതയുള്ള മണ്ണിന് വേണമെങ്കിൽ നമുക്ക് ഈ ന്യൂട്രലിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ആൽക്കലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ 7ന് മുകളിലുള്ള മണ്ണിനെ നമുക്ക് 7ലേക്ക് കൊണ്ടുവരാനായിട്ട് കുറേ സോയിൽ അമിലിയറൻസ് എന്ന് പറയും. താഴെയാണെങ്കിൽ നമ്മൾ കുമ്മായം പോലെയുള്ള വസ്തുക്കളും 7ന് മുകളിലാണെങ്കിൽ നമ്മൾ ജിപ്സം പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ന്യൂട്രലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇതിൻ്റെ കാതലായ ഉദ്ദേശം. അപ്പോൾ ഇപ്പം നമ്മളൊരു മണ്ണ് പരിശോധനയ്ക്ക് എടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ ലാബിൽ നിന്നാണ് വരിക. അവർ പറയും സാധനം കൂടുതലാണ്, അപ്പോൾ അതിന് ചേർക്കേണ്ടതില്ല, ഇനിയിപ്പോൾ ഇന്ന മൂലം കുറവാണ്, അത് ചേർക്കേണ്ടതില്ല, അല്ലെങ്കിൽ അസിഡിറ്റി കൂടുതലാണ്, അതിന് ഇന്നെ ചേർക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് പലർക്കും അറിയില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ മണ്ണ് എടുക്കുന്നത്? ഇപ്പോൾ എവിടെയെങ്കിലും വാരി കൊണ്ടുപോയാൽ മതിയോ? അത് തിണ്ടത്തു നിന്നാണ് എടുക്കുന്നത്, ഒരു കുഴിയിൽ നിന്നാണ് എടുക്കുന്നത്? അപ്പോൾ അതിനൊരു പ്രൊസീജിയറുണ്ട്. എങ്ങനെയാണ് ഒരു മണ്ണ് എടുക്കേണ്ടത്? ഒരു നല്ല കൃഷിക്കാരൻ മണ്ണ് എടുക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വിസ്തൃതമായ സ്ഥലമാണെങ്കിൽ ഏകദേശം ഒരു 10 ഏക്കർ സ്ഥലമാണെന്ന് വിചാരിക്കുക. നമുക്ക് 10 ഏക്കറിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്താൽ മതിയാവില്ല. ആ 10 ഏക്കറിലുള്ള സ്ഥലങ്ങളിലും വിവിധങ്ങളായ തരത്തിലുള്ള മണ്ണായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു 10 ഏക്കർ സ്ഥലത്തിന് ഓരോ ഏക്കർ വരുന്ന പ്ലോട്ടുകളായിട്ട് തിരിക്കണം. എന്നിട്ട് അതിൽ A,
ബി സി ഡി എന്ന് കോഡ് കൊടുക്കണം. ഏതൊക്കെയാണ്? 10 ആണെങ്കിൽ 10 വരെ ABCD അങ്ങനെ 10 എണ്ണം കൊടുക്കുക. അല്ലെങ്കിൽ 1 ആണെങ്കിൽ 1 2 3 4 5 6 7 8 അങ്ങനെ 10 ആയിട്ട് കൊടുക്കുക. എന്നിട്ട് മിനിമം 1 ഏക്കറിൽ നിന്ന് 10 സാമ്പിളെങ്കിലും എടുക്കണം. മിനിമം 10 സാമ്പിളെങ്കിലും എടുക്കണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുകളിലുള്ളൊരു വശത്തുള്ള മണ്ണ് പിന്നെ ഒരു പ്രത്യേക തരമാണെങ്കിൽ നമ്മൾ താഴെ അതും ആയിരിക്കണം എന്നില്ല. ഇതിലൊക്കെ നമ്മളുടെ ഒരു ബുദ്ധിയും കൂടി പ്രയോഗിക്കണം കേട്ടോ. ഇപ്പോൾ കുത്തനെ ഒരു തിണ്ടിൻ്റെ മുകളിൽ 1 ഏക്കർ സ്ഥലമാണ്, ഈ തിണ്ടിൻ്റെ മുകളിലാണ് 1/2 ഏക്കർ, അടിയിൽ വേറെയാണ് സ്ഥലമെങ്കിൽ നമ്മൾ മുകളിലും താഴെയും വേറെ വേറെ തന്നെയായിട്ട് തന്നെ എടുക്കണം. അതല്ലാതെ ആ ഒരൊറ്റ സാമ്പിൾ നമ്മൾ എടുക്കില്ല. അത് നമ്മളെ വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ സ്ഥലം അറിയാം അവിടെ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ കളറിൽ വ്യത്യാസം, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു കുഴിയുണ്ട് കിടക്കുന്നത്, അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എടുക്കുമ്പോൾ തിണ്ടുകളിൽ നിന്ന് എടുക്കരുത്. തിണ്ടുകളിൽ നിന്ന് എടുക്കരുത് എന്ന് പറയാനുള്ള കാരണം, നമ്മളവിടെയൊക്കെ മഴ നന്നായിട്ട് പെയ്യുമ്പോൾ നമ്മൾ തിണ്ട് വെക്കുമ്പോൾ പല മൂലകങ്ങളും വെള്ളത്തിൽ അലിയുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളത്തിൽ അലിയുന്ന മൂലകങ്ങൾ വെള്ളത്തിൽ അലിഞ്ഞിട്ട് താഴോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ നല്ല ഒരു സാമ്പിളായിരിക്കില്ല. അതുപോലെ തന്നെ ഒരു കുഴിയുണ്ട് വിചാരിക്കുക. ഒരു കുഴി അല്ലെങ്കിൽ ചെറിയ താഴ്ന്ന് കിടക്കുന്ന പ്രദേശം, നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ട് അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ മണ്ണെടുക്കാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ഭാഗത്തുള്ള വെള്ളത്തിൽ അലിയുന്നതായ മറ്റ് മൂലങ്ങളൊക്കെ ഒഴുകി വന്ന് ഈ കുഴിയിലാണ് കിടക്കുക. അപ്പോൾ അവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ മണ്ണിൻ്റെ സാമ്പിള് എടുക്കുമ്പോൾ ഈ മൂലങ്ങൾ വളരെ കൂടുതലും മേൽഭാഗത്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ രാസവളങ്ങളോ അല്ലെങ്കിൽ മറ്റു വളങ്ങളോ ഇട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ മിനിമം ഒരു 3 മാസമെങ്കിലും കഴിയാതെ നമ്മൾ മണ്ണ് എടുക്കരുത്. അങ്ങനെ എടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ വളം 3 മാസമെങ്കിലും കഴിയാതെ അത് വിഘടിച്ച് ചെടികളിലേക്ക് പോവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇട്ട വളത്തിൻ്റെ അംശം വളരെ കൂടുതൽ കണ്ട് ആ ഒരു റിസൾട്ട് ഒരിക്കലും യഥാർത്ഥത്തിലുള്ളതായിരിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ കുമ്മായം പോലെയുള്ള വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ കുമ്മായം പോലെയുള്ള വസ്തുക്കൾ നമ്മൾ വെതറിട്ടിട്ട് ആ ഭാഗത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അപ്പോൾ അസിഡിറ്റി കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മിനിമം ഒരു 2-3 മാസത്തേക്ക് നമ്മൾ മണ്ണ് എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്ത് നമ്മൾക്ക് ശരിയായ റിസൾട്ട് ആയിരിക്കില്ല. പിന്നെ നമ്മൾ വേറെ ഒന്ന് ചിന്തിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടുന്നെങ്കിലും കുറേ സാധനങ്ങളെ കൊടുത്ത് കൂട്ടിയിട്ട്, ഇപ്പോൾ വളം കൂട്ടിയിട്ട സ്ഥലം അല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കാട്ട് ഇറക്കിയൊരു സ്ഥലം, അവിടുന്ന് സാധനമൊക്കെ എടുത്ത് പോയെങ്കിലും ആ മണ്ണ് നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ, മഴ പെയ്തിട്ടോ അല്ലാത്ത രീതിയിലൊക്കെ ആ മണ്ണിലേക്ക് ഇറങ്ങുന്ന ആ സ്ഥലത്ത് ആദ്യം തുടക്കത്തിലെ സ്ഥലത്ത് പിന്നെ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും. പിന്നെ ഇത് എടുക്കേണ്ടത് നമ്മൾ വയലിലൊക്കെ ആണെങ്കിൽ 15 സെൻറ്റിമീറ്ററും കരഭാഗത്തൊക്കെ ആണെങ്കിൽ 25 സെൻറ്റിമീറ്ററും താഴെ നിന്നാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ചെടികളുടെയൊക്കെ വേരുപടലം വളരുന്നത് ഈ ഒരു ലെവലായിരിക്കും. അതൊരു 15 സെൻറ്റിമീറ്റർ. ഈ പ്രദേശത്തായിരിക്കും മണ്ണിൻ്റെ 15 സെൻറ്റിമീറ്റർ സ്ഥലങ്ങളിലായിരിക്കും സാധാരണ ചെറു ചെടികളുടെയൊക്കെ വേരുപടലം ഉണ്ടാകും. നമ്മൾ കുറച്ച് നോക്കിയാൽ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ 15 സെൻറ്റിമീറ്റർ പറയുന്നത്. എന്നാൽ കുറച്ചും കൂടി നന്നായി വളരുന്ന മരങ്ങൾ പോലെയാണ് നമ്മളത് 25 സെൻറ്റിമീറ്ററിലേക്കാണ്. കാരണം വെച്ചാൽ അതിൻ്റെ വേരുപടലം കുറേയും കൂടി താഴ്ചയിലേക്ക് പോകുന്നുമുണ്ട്. എന്നാൽ അതിലേക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറയാം, തായ്വേരുള്ള മരങ്ങളൊക്കെ അടിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ നോക്കണ്ടില്ല. നമ്മൾ വളം ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ മാക്സിമം ന്യൂട്രിയൻസ് വലിക്കുന്ന ഈ 25 സെൻറ്റിമീറ്റർ വരെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ അവിടെ നിന്നുള്ള മണ്ണാണ് നമ്മൾ പരിശോധനയ്ക്കായിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുല്ല് കാര്യങ്ങളൊക്കെ ചെത്തി മാറ്റണം. ഇങ്ങനെ മുകളിൽ കിടക്കുന്ന ചപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെത്തി ഒഴിവാക്കുക. ഇനി നമുക്ക് വി ഷേപ്പിലുള്ള ഒരു കട്ടുണ്ട്. ഷേപ്പുള്ള ഒരു കുഴിയാണ് ഞാനിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നോക്കി, അതായത് ഇതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്ത് നിന്നും വെട്ടിയാക്കണം. ഇപ്പോൾ നമുക്കൊരു വി ഷേപ്പുള്ള കുഴി കിട്ടി അല്ലേ? ഒരു വി ഷേപ്പുള്ള കുഴിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് 15 സെൻറ്റിമീറ്ററാണ്. ഇത് സാധാരണ നമ്മളെ ചെടികൾക്കൊക്കെ 15 സെൻറ്റിമീറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 15 സെൻറ്റിമീറ്റർ ഇപ്പോൾ ഇഞ്ചിയൊക്കെ നടക്കുന്ന ഇത്ര താഴ്ത്തേക്ക് അതിൻ്റെ വേര് പോവുള്ളൂ. എന്ന സമയത്ത് നമുക്ക് മറ്റു വിളകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി 25 സെൻറ്റിമീറ്റർ വരെ വേണം. അപ്പോൾ വെച്ചാൽ കുറച്ചുകൂടി വേര് അടിയിലേക്ക് പോകുന്നതുകൊണ്ട് ആ ഭാഗത്തുള്ള മണ്ണിൻ്റെ വളക്കൂറ് കൂടെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 25 സെൻറ്റിമീറ്റർ ആക്കുന്നത്. ഇത് 15 സെൻറ്റിമീറ്റർ. എന്നിട്ട് ചെയ്യേണ്ടത്,
ഇതിൻ്റെ അരികിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ കനത്തിൽ അടിവരെ ഇങ്ങനെ മണ്ണ് അരിഞ്ഞിടുക. അടിവരെ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ മുകളിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ മുകളിൽ മാത്രമായിരിക്കും കൂടുതൽ പിന്നെ വളക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ചർച്ച കഴിഞ്ഞാൽ നമ്മൾ അടിവരെ അരിഞ്ഞിടാനുള്ള കാരണം നമ്മളിപ്പോൾ മുകളിൽ മാത്രം എടുക്കണം. നമ്മളിപ്പോൾ അറിയാമല്ലോ ഏത് വളം കഴിയുമ്പോഴും നമ്മൾ മുകളിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ മുകളിൽ നല്ല വളം ഉണ്ടാവും. അടിയിലേക്ക് പോകുന്നതോറും വളക്കൂർ കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ടാണ് അടിയിൽ നിന്ന് മുതൽ താഴെ വരെയുള്ള ആ മണ്ണിൻ്റെ ഫലപുഷ്ട മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അടിയിൽ നിന്ന് മേൽ തൊട്ട് അടി വരെ 2 സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ ഈ മണ്ണ് ഇങ്ങനെ അരിഞ്ഞിടുന്നത്. ഇതുപോലെ കഴിഞ്ഞാൽ മണ്ണിൻ്റെ മുകൾ വശത്തുള്ള ചപ്പ്, കല്ല്, പുല്ലൊക്കെ മാറ്റി എന്നിട്ട് ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം നമ്മളൊരു 15 സെൻറ്റിമീറ്റർ താഴ്ചയിലൊരു വി ഷേപ്പിലുള്ള കുഴി എടുത്തു. ആ കുഴിയുടെ ഒരു അരികിൽ നിന്ന് നമ്മൾ 2 സെൻറ്റിമീറ്റർ കനത്തിൽ അതിൻ്റെ അടി വരെ ഈ മണ്ണ് ചെത്തി അറിയുക. അതായത് മുകളിലത്തെയും താഴത്തെ എല്ലാ മണ്ണിൻ്റെയും ഫലഭൂയിഷ്ഠത എങ്ങനെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ മണ്ണാണ് നമ്മൾ ഈ പരിശോധനയ്ക്കായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ 1 ഏക്കറിൽ നിന്ന് മിനിമം 10 സ്ഥലത്തു നിന്നെങ്കിലും മണ്ണെടുക്കണം. ഇത്ര വെച്ച് മണ്ണെടുക്കുക. 10 സ്ഥലത്തു നിന്നെങ്കിലും മണ്ണെടുക്കണം. അത് ഇതുപോലെ ഒരു പിന്നെ ചാക്കിലോ അതിലിട്ട് ഇതിന് ഉണക്കണം. എന്നുവെച്ചാൽ പിന്നെ നമ്മളുടെ ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമ്മളെ റിസൾട്ട് ശരിയായിരിക്കണം എന്നില്ല. എന്നാൽ ഇത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കാനും പറ്റില്ല. കാരണം വെയിൽ കൊള്ളുമ്പോൾ ഇതിലുള്ള ന്യൂട്രിയൻസ്, പ്രത്യേകിച്ച് നൈട്രജൻ പോലെയുള്ള മൂലങ്ങളൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ ഗ്യാസായിട്ട് പോകും. അപ്പോൾ ഒരു കാരണവശാലും ഇത് വെയിൽ കൊള്ളിച്ച് ഉണക്കരുത്. ഇത് തണലത്തിട്ട് മാത്രമേ ഉണക്കാവൂ. തണലത്തിടാതെ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച റിസൾട്ട് ശരിയായിരിക്കില്ല. ഇപ്പോൾ ഇതിങ്ങനെ എടുത്ത മണ്ണിൽ ഇതുപോലെ വല്ല ചപ്പുകളോ ചേറുകളോ അല്ലെങ്കിൽ ഈ പിന്നെ ഏതിൻ്റെങ്കിലും മരത്തിൻ്റെ റൂട്ടുകളോ അല്ലെങ്കിൽ ചെടികളുടെയോ അല്ലെങ്കിൽ പുല്ല് റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് കളയുക. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിക്കണം. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ പൊടിഞ്ഞ മണ്ണ് കിട്ടി. ഇനിയാണ് ഇതിൻ്റെ വേറൊരു മെത്തേഡ്. നമുക്ക് 500 ഗ്രാം മതി അനാലിസിസിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോൾ ഒരു 1.5 കിലോ 2 കിലോ ഒക്കെ കിട്ടും. നമ്മൾ 10 എണ്ണത്തിൽ എടുക്കുമ്പോൾ 5 കിലോ ഒക്കെ മണ്ണ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണതാ, ഇതുപോലെ ഒരു വലിയ പേപ്പറിൽ ഇത് ഇങ്ങനെ പരത്തിയിടണം. പരത്തിയിട്ടിട്ട് ഇതിനെ കോർട്ടറിങ് എന്നാണ് പറയുക കേട്ടോ. ഇങ്ങനെ ക്രോസ് ആയിട്ടൊരു വര വരയ്ക്കുക. ഇങ്ങനെ കേട്ടോ, 1 2 3 4 അല്ലേ, 1 2 3 4 ആയിട്ട് നമുക്ക് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ഈ എതിരെ വരുന്ന 2 സാമ്പിളുകൾ അങ്ങ് കളയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി യാതൊരു വിധത്തിലെ ബയോസും ഇല്ലാതെ നമുക്ക് ഈ മൊത്തത്തിലെ മണ്ണിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളത് വീണ്ടും കൂട്ടിക്കലർത്തുക. എന്ത് ചെയ്യണം? ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ പരത്തുക. ഇങ്ങനെ പരത്തി എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത കോർട്ടറിങ് നടത്തുക. ഇതാണ് കോർട്ടറിങ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇത് രണ്ടുമാണ് നമ്മൾ കളഞ്ഞത്. ഇനി എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റുള്ള ഇത് രണ്ടും വേണം കളയാം. ഇതും കളയാം. ഇങ്ങനെ കളയാം. എന്നിട്ട് ഇത് വീണ്ടും കൂട്ടുക. ഇനി ഈ മണ്ണാണ് നമ്മൾ ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഏകദേശം 500 ഗ്രാം മണ്ണ് വേണം. ഈ നല്ല വേരുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കല്ലൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ പെറുക്കി കളയുക. എന്നിട്ട് ഈ 500 ഗ്രാം ഈ മണ്ണാണ് നമ്മൾ ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 500 ഗ്രാം മണ്ണായിട്ടുണ്ടാവും. ഇനി ഇതിനോടൊപ്പം നമ്മൾ ഈ ലാബിലേക്ക് കുറേ കർഷകൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. കാരണം ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു 1 ഏക്കറിൽ 10 ആയിട്ട് തിരിച്ചതിന് ശേഷം ഒന്നല്ലെങ്കിൽ ABCD എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 1 2 3 4 കൊടുക്കുക, അല്ലെങ്കിൽ റോമൻ ലെറ്ററോ എന്തെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ കൊടുക്കുക. എങ്ങനെയായാലും നമുക്ക് തിരിച്ചറിയണം ഇത് 10 എണ്ണം കൊടുത്ത് 10 എണ്ണത്തിൻ്റെ റിസൾട്ട് പറഞ്ഞാൽ ഇത് ഏത് പ്ലോട്ടിലാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഈ കവറിനോടൊപ്പം നമ്മൾ ലാബിലേക്ക് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഈ നമ്പറൊക്കെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എടുക്കുമ്പോൾ തന്നെ ഇടണം. ഒരുമിച്ച് കൂട്ടി അവിടെ പോയാൽ നമുക്ക് ചിലപ്പോൾ ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഒരു കോഡ് എഴുതിയിടുക. ഏതാണ്? 1 അല്ലെങ്കിൽ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഈ സാമ്പിളാണ്. ഇതിനോടൊപ്പം പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തരാം.
ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഒരു പ്ലോട്ട് കിടക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് നമ്മളെ പ്ലോട്ട് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുക നമ്മൾ ഇതിങ്ങനെ പല രീതിയിൽ വരാം. ഇങ്ങനെ ഒരു പ്ലോട്ട് കിടക്കുകയാണ്. ഇത് 10 ഏക്കറുണ്ട് ഇങ്ങനെ കിടക്കുന്ന പ്ലോട്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് 1 ഏക്കർ ഇങ്ങനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനിയിപ്പോൾ നമ്മളിതിന് കോഡ് ഞാൻ നേരത്തെ പറഞ്ഞു. 1, 2, 3, 6, 7, 7, 8, 9, 10. ഇപ്പം നമ്മളിത് ഒന്നാമത്തെ പ്ലോട്ടിൽ നിന്ന് എടുത്ത മണ്ണാണെങ്കിൽ നമ്മൾ ഈ 1 എന്ന് ഒരു സ്ലിപ്പിൽ എടുത്തിട്ട് അതിൻ്റെ കോഡ് നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ സർവേ നമ്പർ ഉണ്ടെങ്കിൽ സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ ഉണ്ടെങ്കിൽ ബ്ലോക്ക് നമ്പർ, അങ്ങനെയായിട്ട് നമ്മൾ ഇതേപോലെ 1 കോഡ് നമ്പർ 1. അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ എടുത്തിട്ട് ഈ സാമ്പിളിലേക്ക് ഇടുക. അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി റിസൾട്ട് വരുമ്പോൾ ഏതാണ് റിസൾട്ട് എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഈ 1 കിട്ടും. അപ്പോൾ നമുക്കിത് റിസൾട്ട് വരുമ്പോൾ പറയാം ഒന്നാം ബ്ലോക്ക് നമ്മളെ സ്ഥലത്തിൻ്റെ നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ പിന്നെ 10 പ്ലോട്ടിൽ നിന്ന് വരുമ്പോൾ ഇത് ഏത് പ്ലോട്ടിൽ റിസൾട്ട് ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലോട്ട് 1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതുപോലെ എഴുതിയിട്ട് 1. ഇനി രണ്ടാമത്തെ പ്ലോട്ടിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ആ 2 എന്നാലും എഴുതിയിടണം. അപ്പോൾ നമുക്ക് ആ പ്ലോട്ടിലത്തെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ന്യൂട്രിയൻസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ താഴെ കിടക്കുന്ന സ്ഥലത്തിൻ്റെ വളത്തിൻ്റെ അളവായിരിക്കില്ല തൊട്ട് മുകളിലുള്ളത്. അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോന്നിൽ നിന്നും ഇത് എത്രമാത്രം നമ്മൾ കൂടുതൽ എടുക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് വരും. അല്ലാതെ ഒരു സാമ്പിൾ എവിടെയെങ്കിലും പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, 1 ഏക്കർക്ക് മിനിമം 10 സ്ഥലത്തുനിന്നെങ്കിലും നമ്മളിപ്പോൾ ആ V ഷേപ്പിലുള്ള കുഴി കുഴിച്ചുകൊണ്ട് അതിൽ നിന്ന് വേണം നമ്മൾ മണ്ണെടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മളിത് ലാബിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവർക്കറിയില്ല ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാമ്പിൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അവർക്ക് അറിയേണ്ടത് ഇത് ഏത് സർവേ നമ്പറിലാണ്, ഏത് ബ്ലോക്കിലെയാണ്, പിന്നെ ഇതിന് മുമ്പ് ചെയ്ത കൃഷി എന്താണ്, ഇനി ചെയ്യാൻ പോകുന്ന കൃഷി എന്താണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇഞ്ചിയുടെ വളപ്രയോഗമല്ല തെങ്ങിന്, അല്ലെ തെങ്ങിൻ്റെ വളപ്രയോഗമല്ല കപ്പയ്ക്ക്, കപ്പയുടെ വളപ്രയോഗമല്ല ഒരു പച്ചക്കറിക്ക്. അപ്പോൾ അതിനനുസൃതമായ രീതിയിൽ നമുക്ക് റിസൾട്ട് തരാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്ന വിള എന്താണ്. അപ്പോൾ നമ്മൾ മണ്ണ് പരിശോധിച്ചു, അവിടെ പൊട്ടാഷ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും പൊട്ടാഷ് കൊടുക്കേണ്ടതില്ല. ചില മൂലങ്ങൾ നമ്മൾ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ചെടിക്ക് തന്നെ വിഷം ആവുന്ന പ്ലാന്റ് ടോക്സിക് ആവും. ചെടിക്ക് തന്നെ കേടുവരും. ഇപ്പോൾ എനിക്കൊന്ന് കർണാടകത്തിൽ പല സ്ഥലത്തും ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലുള്ള മണ്ണാണ്. അവിടെ വീണ്ടും നമ്മൾ ഫോസ്ഫറസ് ഇട്ട് കൊടുത്താൽ അത് തന്നെ ചെടിക്ക് ഒരു ദൂഷ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാമ്പിൾ പോകുന്നതിനൊപ്പം തന്നെ നമ്മൾ അതിനോട് അനുബന്ധമായിട്ട് ചേർത്ത് വിടേണ്ടതായ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ കാണിച്ച സംഭവങ്ങൾ. അപ്പോൾ ഇത് നമ്മളുടെ NFPAക്ക് തന്നെ ലാബുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ NFPAയുടെ തന്നെ ചെയർമാനായിട്ടുള്ള ശ്രീ ഫിലിപ്പേട്ടൻ്റെ കയ്യിൽ ഞാനിത് അനാലിസിസിന് വേണ്ടി കൊടുത്തേക്കുകയാണ്. അപ്പോൾ അനാലിസിസ് കിട്ടിയതിന് ശേഷം നമുക്ക് നല്ലൊരു തരത്തിലുള്ള കൃഷിയിൽ കിടക്കാം. ശരി ഫിലിപ്പേട്ട. കൃഷിക്കാവശ്യമായ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് അത് എടുക്കേണ്ടതെന്നും അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മുടെ അഗ്രോണമിസ്റ്റ് അനിൽ സാറ് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ആ മണ്ണ് എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കയ്യിൽ എടുത്തു തന്നിരിക്കുകയാണ്. ഞാൻ ഈ മണ്ണുമായിട്ട് NFPA ലാബിലേക്ക് ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ಮ್ಯಾಮ್ ನಮಸ್ತೆ. ನಮಸ್ತೆ ಮೇಡಮ್. ಸ್ಯಾಂಪಲಾ PH NPK ಮತ್ತೇನೇನಿದು PH NPK ಮಾಡ್ಕೊಡ್ತೀವಿ. ಅಲ್ಲ ನೇಮಿಂಗ್ ಎಲ್ಲ ಆಗಿದೆ. ನೇಮ್ ಹಾಕಿನಿ ಶುಂಡಿ ಮಾಡಕ್ಕೆ. ಮೆಂಬರ್ಶಿಪ್ ನಂಬರ್ ಐತೆ. ಮೆಂಬರ್ಶಿಪ್ ನಂಬರು ಹೆಸರು ಎಲ್ಲ ಬರೆದು ಹಾಕಿದ್ದೀನಿ. ಓಕೆ ಅದು ನೋಟ್ ಮಾಡ್ಕೊಂತೀನಿ. ಮಾಡ್ಕೊಳ್ಳಿ. ಡೇಟ್ 19th ಅಲ್ಲ? ಎಸ್. ಓಕೆ. ಪ್ಲೇಸ್ ಎಲ್ಲಿಂದ ಸರ್ ಸ್ಯಾಂಪಲಿಂಗ್ ಮಾಡೋದು? ಪ್ಲೇಸ್ ಇಲ್ಲಿ ಎಲ್ಚಿಕೆರೆ, ನಂಜನಗೂಡು ಎಲ್ಚಿಕೆರೆ. ಲೇಟ್ ಆಗುತ್ತೆ ಮೇಡಮ್? ಸರ್ PH ಅಂದ್ರೆ ಕೊಡ್ತೀನಿ ಈಗಲೇ 1 hour ಅಲ್ಲಿ ಆಗುತ್ತೆ. ಸರಿ. NPK ಅಂದ್ರೆ ಒಂದು ದಿನ ವೇಟ್ ಮಾಡಬೇಕು. ಒಂದು ಸ್ಯಾಂಪಲ್ ಆದ್ರೆ ಒಂದು ದಿನ ಸಾಕು. ಆಯ್ತು. ವಾಟ್ಸ್ಆಪ್ ಕೊಟ್ಲು ಸಾಕು. ವಾಟ್ಸ್ಆಪ್ ನಂಬರ್ ಕೊಡಿ. 9605. ಸರಿ. ಅಂದ್ರೆ ಡ್ರೈ ಇದಿರಬೇಕು, ತೇವ ಇರಬಾರ್ದು, ಮಾಯಿಶ್ಚರ್ ಇರಬಾರ್ದು. ಓಕೆ. ಮಾಯಿಶ್ಚರ್ ಇದ್ರೆ PH ಗೆ ಅಲ್ಲಿ ಅಯಾನ್ಸ್ ಡಿಟೆಕ್ಟ್ ಆಗಲ್ಲ. ಇದು ತೇವ ಜಾಸ್ತಿ ಇದೆ, ಸ್ವಲ್ಪ ನಾವು ಶೇಡ್ ಡ್ರೈಯಿಂಗ್ ಇಡ್ತೀನಿ. ಸರಿ. ಪೇಪರ್ ಎಲ್ಲ ಹಾಕಿ ಶೇಡ್ ಡ್ರೈಯಿಂಗ್ ಇಡ್ತೀನಿ. ಡ್ರೈ ಆದ ತಕ್ಷಣ ನಿಮಗೆ ರಿಪೋರ್ಟ್ ಕೊಡ್ತೀನಿ. ಫಾರ್ಮರ್ಸು ಸಾಯಿಲ್ ಸ್ಯಾಂಪಲ್ನ ತಂದು ಕೊಟ್ಟಾಗ ಫಸ್ಟ್ ಪ್ರೊಸೀಜರ್ ಬಂದು ಇದು ವೆಟ್ ಇದೆಯಾ ಡ್ರೈ ಇದೆಯಾ ಅಂತ ಚೆಕ್ ಮಾಡಬೇಕು ಸಾಯಿಲು. ಓಕೆ. ಏನಾದರೂ ವೆಟ್ ಇತ್ತು ಅಂತಂದರೆ ಇದನ್ನು ಶೇಡಲ್ಲಿ ಡ್ರೈ ಮಾಡಬೇಕು. ಅಂದರೆ
ಬಿಸಿಲಲ್ಲಿ ಮಾಡೋಕ್ಕಾಗಲ್ಲ, ಶೇಡ್ ಡ್ರೈಯಿಂಗ್ ಅಂತ ಮಾಡ್ತೀವಿ. ಲ್ಯಾಬಲ್ಲೇ ಅದನ್ನು ಪೇಪರ್ ಮೇಲೆ ಹಾಕಿ ಶೇಡ್ ಡ್ರೈಯಿಂಗ್ ಅಂತ ಮಾಡಬೇಕಾಗುತ್ತೆ. ಅದಾದಮೇಲೆ ಏನು ಮಾಡಬೇಕಂತಂದರೆ ಅದೇ ಸಾಯಿಲ್ ಸ್ಯಾಂಪಲ್ನ 2 mm ಸೀವಲ್ಲಿ ಪಾಸ್ ಮಾಡಬೇಕು. 2 mm ಸೀವಲ್ಲಿ ಪಾಸ್ ಮಾಡಾದಮೇಲೆ ಅದನ್ನು ವೇಯಿಂಗ್ ಬ್ಯಾಲೆನ್ಸಲ್ಲಿ 20 ಗ್ರಾಮ್ಸು pH ಅನಾಲಿಸಿಸ್ ಮಾಡಬೇಕು. ಅಂದರೆ 20 ಗ್ರಾಮ್ಸ್ನ ವೇ ಮಾಡಿ ಅದಕ್ಕೆ 50 ml ಆಫ್ ವಾಟರ್, ಅಂದರೆ 1:2.5 ರೇಷಿಯೋದಲ್ಲಿ. ಸಾಯಿಲು 1 ಪೋರ್ಷನ್ ಆದರೆ 2.5 ರೇಷಿಯೋ ಆಫ್ ವಾಟರ್. ಫಾರ್ ಎಕ್ಸಾಂಪಲ್ 20 ಗ್ರಾಮ್ಸ್ ಸಾಯಿಲ್ ತೊಗೊಂಡ್ರೆ 2.5 ರೇಷಿಯೋ ಆಫ್ ವಾಟರ್ ಅಂದರೆ 20 × 2.5 50 ml ಆಫ್ ವಾಟರು. ಅದನ್ನು pH ಅನಾಲಿಸಿಸ್ ಮಾಡೋಕ್ಕೆ ಶೇಕರಲ್ಲಿ ಇಡ್ತೀವಿ. ಫಸ್ಟು ಶೇಕರಲ್ಲಿ 30 ಮಿನಿಟ್ಸು ಅದು ಶೇಕ್ ಆಗಬೇಕು. ವಾಟರು ಮತ್ತು ಸಾಯಿಲ್ ಎರಡು ಮಿಕ್ಸ್ ಆಗಿ ಶೇಕ್ ಆಗಬೇಕು. ಶೇಕರಲ್ಲಿಟ್ಟು ಶೇಕ್ ಆದಮೇಲೆ ಅದನ್ನು ಡೈರೆಕ್ಟಾಗಿ pH, ಇಲ್ಲಿ ಏನಿದೆ pH ಮೀಟರ್ ಇದೆಯಲ್ಲ, pH ಮೀಟರಲ್ಲಿ ರೀಡಿಂಗ್ನ ತೊಗೊತೀವಿ. pH ರೇಂಜ್ ಬಂದು 6.5ಗಿಂತ ಕಡಿಮೆ ಇದ್ದರೆ ಅದು ಆ್ಯಸಿಡಿಕ್ ಬರುತ್ತೆ. 6.5 to 7.5 ಇದ್ದರೆ ಅದು ನಾರ್ಮಲ್ ಇರುತ್ತೆ ಸಾಯಿಲು. ಗ್ರೇಟರ್ ದೆನ್ 7.5 to 8.5 ಇದ್ದರೆ ಅದು ಸಲಿನಿಟಿ ಅಂತೀವಿ, ಅಂದರೆ ಉಪ್ಪಿನ ಅಂಶ ಇರುತ್ತೆ ಅದರಲ್ಲಿ ಅಂತ. ಕ್ಲೋರಿನ್ಸು ಉಪ್ಪು ಬಂದು ಜಾಸ್ತಿ ಇರುತ್ತೆ. 8.5ಗಿಂತ ಜಾಸ್ತಿ ಬಂದರೆ ಮಣ್ಣಲ್ಲಿ ಕಾರ್ಬೋನೇಟ್ಸ್ ಅಂತ ಅಂಶಗಳು ಜಾಸ್ತಿ ಇರುತ್ತೆ. ಸೊ 7.5ಗಿಂತ ಜಾಸ್ತಿ pH ಇರಬಾರ್ದು ಮಣ್ಣಲ್ಲಿ. ಅದಾದಮೇಲೆ ಎಲೆಕ್ಟ್ರಿಕಲ್ ಕಂಡಕ್ಟಿವಿಟಿ ಅಂತ ಮಾಡ್ತೀವಿ. ಎಲೆಕ್ಟ್ರಿಕಲ್ ಕಂಡಕ್ಟಿವಿಟಿ ಅಂತಂದರೆ ಮಣ್ಣಲ್ಲಿ ಉಪ್ಪಿನಂಶ ಎಷ್ಟಿದೆ ಅಂತ ಕಂಡುಹಿಡಿಯೋದು. ಉಪ್ಪಿನಂಶ ಕಂಡುಹಿಡಿಯೋಕ್ಕೆ ನಾವು ಒಂದು ದಿನದಲ್ಲಿ ಮಾಡೋಕ್ಕಾಗಲ್ಲ. 24 hours ಸ್ಯಾಂಪಲ್ಲು ಮತ್ತು ನೀರನ್ನ ಮಿಕ್ಸ್ಚರ್ನ ರೊಟೇಷನ್ ಮಾಡಿ ಇಡಬೇಕಾಗತ್ತೆ. ಅದನ್ನು ಇಟ್ಟಾದಮೇಲೆ ಅದ್ರ ಮರುದಿನ ಅಂದರೆ ಅದ್ರ ನೆಕ್ಸ್ಟ್ ಡೇ ಬಂದು ಮೇಲ್ಗಡೆ ಸೂಪರ್ನೆಟೆಂಟ್ ಲಿಕ್ವಿಡ್ ಏನು ನಿಂತ್ಕೊಳ್ಳುತ್ತೆ ಮೇಲ್ಗಡೆ, ಅದನ್ನು ಎಲೆಕ್ಟ್ರಿಕಲ್ ಕಂಡಕ್ಟಿವಿಟಿ ಮೀಟರ್ನ ಡಿಪ್ ಮಾಡಿ EC ರೀಡಿಂಗ್ನ ತೊಗೊತೀವಿ. EC ರೀಡಿಂಗ್ ಬಂದು ರೇಂಜ್ ಇದೆ 0.8 to 1.6 ಬಂದರೆ ಇಟ್ ಇಸ್ ನಾರ್ಮಲ್ ಅಂತ, 1.6 to 2.5 ಬಂದರೆ ಇಟ್ ಇಸ್ ಸ್ಲೈಟ್ಲಿ ಹೈ ಅಂತ. ಗ್ರೇಟರ್ ದೆನ್ 2.5 ಬಂತು ಅಂತಂದರೆ ಇಟ್ಸ್ ವೆರಿ ಹೈ, ಇಟ್ಸ್ ವೆರಿ ಡೇಂಜರಸ್ ಟು ಕ್ರಾಪ್ಸ್. ಇದು ಬಂದು ಜೆಲ್ಡಾಲ್ ಯೂನಿಟ್ ಅಂತ ಕರಿತೀವಿ. ಇದನ್ನ ನೈಟ್ರೋಜನ್ ಎಸ್ಟಿಮೇಷನ್, ಸಾಯಿಲಲ್ಲಿ ನೈಟ್ರೋಜನ್ ಎಷ್ಟು kgs ಇದೆ ಅಂತ ಕಂಡುಹಿಡಿಯೋಕ್ಕೆ ಯೂಸ್ ಮಾಡೋವಂಥ ಮೆಷಿನ್ನು. ಅದು ಪ್ರೊಸೀಜರ್ ಏನು ಬರುತ್ತೆ ಅಂತಂದರೆ, ಈ ವಾಲ್ಯೂಮೆಟ್ರಿಕ್ ಫ್ಲಾಸ್ಕಲ್ಲಿ 20 ಗ್ರಾಮ್ ಮಣ್ಣು ತೆಗೆದು ಅದಕ್ಕೆ ಕೆಮಿಕಲ್ಸ್ ನಾವು ಏನೇನು ಪ್ರೊಸೀಜರ್ ಇದೆ ಅದ್ರ ಪ್ರಕಾರ ಆ್ಯಡ್ ಮಾಡಿ ಮಣ್ಣಲ್ಲಿರೋವಂಥ ನೈಟ್ರೋಜನ್ನು ಅಮೋನಿಯಾಗಿ ಕನ್ವರ್ಟ್ ಆಗಿ ಇಲ್ಲಿ ಕಲೆಕ್ಟ್ ಆಗುತ್ತೆ. ಇಲ್ಲಿ ಕಲೆಕ್ಟ್ ಆಗುತ್ತೆ. ಆ ನೈಟ್ರೋಜನ್ ಏನು ಕಲೆಕ್ಟ್ ಆಗುತ್ತೆ ಅದನ್ನು ಹೋಗಿ ಫೈನಲಲ್ಲಿ ಇಲ್ಲಿ ಕೆಮಿಕಲ್ ಜೊತೆ ಟೈಟ್ರೇಟ್ ಮಾಡ್ತೀವಿ. ಟೈಟ್ರೇಟ್ ಮಾಡಿದಾಗ ನಮಗೆ ಗೊತ್ತಾಗುತ್ತೆ ಮಣ್ಣಲ್ಲಿ ಎಷ್ಟು ನೈಟ್ರೋಜನ್ ಇದೆ. ಅದನ್ನು ಆಮೇಲೆ ಫೈನಲಿ ಫಾರ್ಮುಲಾ ಹಾಕಿ ಕ್ಯಾಲ್ಕುಲೇಟ್ ಮಾಡ್ತೀವಿ. ಆವಾಗ ಮಣ್ಣಲ್ಲಿ ಎಷ್ಟು kg ನೈಟ್ರೋಜನ್ ಇದೆ ಅಂತ ತೋರಿಸುತ್ತೆ. ನೈಟ್ರೋಜನ್ದು ರೇಂಜ್ ಬಂದು 280 to 560 kg. 280 to 280ಗಿಂತ ಲೆಸ್ ಬಂದರೆ ಅದು ಕಡಿಮೆ ಮಣ್ಣಲ್ಲಿ ನೈಟ್ರೋಜನ್ ಇದೆ ಅಂತ. 280 to 560 ಮಧ್ಯದಲ್ಲಿ ಬಂದರೆ ಇಟ್ಸ್ ಎ ನಾರ್ಮಲ್ ರೇಂಜ್, ಮೀಡಿಯಮ್ ನೈಟ್ರೋಜನ್ ಕಂಟೆಂಟ್ ಇರುತ್ತೆ. ಗ್ರೇಟರ್ ದೆನ್ 560 kgs ಆಫ್ ನೈಟ್ರೋಜನ್ ಪರ್ ಹೆಕ್ಟರ್ ಏನಾದರೂ ತೋರಿಸ್ತು ಅಂತಂದರೆ ಇಟ್ಸ್ ವೆರಿ ಹೈ ಇನ್ ನೈಟ್ರೋಜನ್, ಅಂದರೆ ಹೊರಗಡೆಯಿಂದ ನೈಟ್ರೋಜನ್ನ ಸೋರ್ಸ್ ಹಾಕುವಂಥ ಅವಶ್ಯಕತೆ ಇರೋದಿಲ್ಲ. ಫಾಸ್ಫರಸ್, ಮಣ್ಣಲ್ಲಿ ಎಷ್ಟು ಫಾಸ್ಫರಸ್ ಇದೆ ಅಂತ ಕಂಡುಹಿಡಿಯೋಕ್ಕೆ ಈ ಸ್ಪೆಕ್ಟ್ರೋಫೋಟೋಮೀಟರ್ ಅನ್ನೋ ಒಂದು ಮೆಷಿನ್ನ ಯೂಸ್ ಮಾಡ್ತೀವಿ. ಇದರಲ್ಲಿ 2 ಪ್ರೊಸೀಜರ್ ಬರುತ್ತೆ. ಮಣ್ಣು 6.5ಗಿಂತ ಕಡಿಮೆ pH ತೋರಿಸಿದ್ರೆ ಅದನ್ನು ಬೇರೆ ಕೆಮಿಕಲ್ ಯೂಸ್ ಮಾಡ್ತೀವಿ. 6.5 ಮತ್ತು 7.5ಗಿಂತ ಜಾಸ್ತಿ ಬಂತು pH ಅಂದರೆ ಅದಕ್ಕೆ ಬೇರೆ ಕೆಮಿಕಲ್ಸ್ನ ಯೂಸ್ ಮಾಡಿ ಫಾಸ್ಫರಸ್ನ ನಾವು ಕಂಡುಹಿಡಿತೀವಿ ಈ ಮಷೀನಲ್ಲಿ. ಫಾಸ್ಫರಸ್ ರೇಂಜ್ ಬಂದು 22.9 to 56.33. 22.9 kgs per ಹೆಕ್ಟರ್ಗಿಂತ ಕಡಿಮೆ ಬಂತು ಅಂದರೆ ಇದು ಲೋ ಇನ್ ಫಾಸ್ಫರಸ್ ಲೆವೆಲ್. 22.9 to 56.33 ಇದ್ದರೆ ಇಟ್ಸ್ ಎ ನಾರ್ಮಲ್ ರೇಂಜ್. 56.33 kgs ಆಫ್ ಫಾಸ್ಫರಸ್ಗಿಂತ ಜಾಸ್ತಿ ಇತ್ತು ಅಂತಂದರೆ ಮಣ್ಣಲ್ಲಿ ಜಾಸ್ತಿ ಫಾಸ್ಫರಸ್ ಕಂಟೆಂಟ್ ಇರುತ್ತೆ. ಇದು ಬಂದು ಪೊಟ್ಯಾಷಿಯಮ್ನ ಎಸ್ಟಿಮೇಟ್ ಮಾಡುವಂಥ ಮಷೀನು. ಇದನ್ನು ಫ್ಲೇಮ್ ಫೋಟೋಮೀಟರ್ ಅಂತ ಕರಿತೀವಿ. ಇದರಲ್ಲಿ ಮಣ್ಣಲ್ಲಿ ಎಷ್ಟು ಪೊಟ್ಯಾಷ್ ಕಂಟೆಂಟ್ ಇದೆ ಅಂತ ಕಂಡುಹಿಡಿಬೋದು. ಈ ಪೊಟ್ಯಾಷ್ ಕಂಟೆಂಟಲ್ಲಿ ರೇಂಜ್ ಬಂದು 141 kgಯಿಂದ 336 kg ರೇಂಜ್. ಲೆಸ್ ದೆನ್ 141 kg ಬಂದರೆ ಇದು ಕಡಿಮೆ. 141ರಿಂದ 336 kgs ಬಂದರೆ ಇಟ್ಸ್ ಎ ನಾರ್ಮಲ್ ರೇಂಜ್. 336 kgಗಿಂತ ಜಾಸ್ತಿ ಇತ್ತು ಅಂದರೆ ಎಕ್ಸೆಸ್ ಆಫ್ ಪೊಟ್ಯಾಷಿಯಮ್ ಸಾಯಿಲಲ್ಲಿದೆ, ಸೊ ಹೊರಗಡೆಯಿಂದ ಹಾಕೋ ಅವಶ್ಯಕತೆ ಇರೋದಿಲ್ಲ.
have to titrate this. Keep it here. Release it. This I have to release and I have to keep rotating this. After the spin, the color will turn to yellowish color. Final readings you can take here. Potassium. You can take photographs of this also, like calculation part. This is used for potassium. Same, I explained the same thing. Potassium, and what is the range? What how much is the low content of potassium? What is the normal range? What is the highest level? That's all. For both these things, even for this also, farmers won't understand whatever procedure will say. This is a hot air oven. This is used for drying of organic manure. And this is muffle furnace. This is used to burn organic manure to ash, because we cannot estimate the elements directly from organic manure. It has to be converted into ash before estimation. So from conversion of organic manure to the ash content, muffle furnace will be used. This one.